നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞതായ 7 മൊഴികളിൽ ഒരു മൊഴിയാണ് ദാവീദ് യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000ഓളം വർഷങ്ങൾക്ക് പുറകിൽ ആത്മാവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിനെ കണ്ടിട്ട് ഉറക്കെ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. കർത്താവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഭാഷ അരാമിക്കാണ്, അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷയിലാണ് ഈ വാക്ക് പറഞ്ഞത്. എലോഹി എലോഹി ലമ്മ ശബത്താനി എന്ന് ഉറക്കം നിലവിളിച്ചപ്പോൾ കേട്ട് നിന്നവർ പറഞ്ഞു അവൻ ഏലിയാവിനെ വിളിക്കുകയാണ്. ഏലിയാവ് വന്നവനെ രക്ഷിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് തല കുലുക്കി അപമാനിച്ചപ്പോൾ യേശു ഏലിയാവിനെ അല്ല വിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. ഇത് യേശുവിൻ്റെ കരച്ചിലല്ല. അല്ലേ പറഞ്ഞേ, ഏദനിൽ നിന്ന് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് പറുദീസയ്ക്ക് പുറത്തേക്ക് ആട്ടിയിറക്കി ചുറ്റിക്കറങ്ങുന്ന വാളുമായി കെരൂബിനെ കാവൽ നിർത്തിയിട്ട് ദൈവം മടങ്ങിപ്പോയി. ദൈവം അങ്ങോട്ട് പോയി, ആദാം പുറത്തോട്ട് പോയി, ഏദൻ പൂട്ടി. ഇനി ആരെങ്കിലും ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിക്കാനകത്ത് കയറിയാൽ കയറുന്നവനെ കെരൂബുകൾ വെട്ടും. മാറ്റമില്ലാത്ത നീതിയുടെ ന്യായവിധിയുടെ പ്രഖ്യാപനം നടത്തി ദൈവം അങ്ങോട്ട് പോയി, മനുഷ്യൻ ഇങ്ങോട്ട് പോയപ്പോൾ അതുവരെ എന്നും വെയിലാറുമ്പോൾ വന്ന് മോനെ ആദമേ, മോളെ ഹൗവയെ എന്ന് വിളിക്കുന്ന ദൈവം, അവരുടെ പിതാവായ ദൈവം. ലൂക്കോസ് 2:32 പറഞ്ഞു, ആദാം ദൈവത്തിൻ്റെ മകൻ. അങ്ങനെയാണ് മകൻ അപ്പനെ വിളിക്കുന്ന, അപ്പൻ മകനെ വിളിക്കുന്ന ആ പദത്തിൽ നിന്ന് ദൈവം പുത്രത്വം മാറ്റി. മനുഷ്യന് നഷ്ടപ്പെട്ടത് ഏദൻ മാത്രമല്ല, പുത്രത്വം പോയി, ഏദൻ പോയി, തേജസ് പോയി, അധികാരം പോയി. അതുവരെ മുള്ളും പറക്കാരയില്ലായിരുന്നു. മുള്ളും പറക്കാരയുമുള്ള ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് അവൻ വീഴുവാനിടയായി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ അകന്നുപോയ ദൈവത്തോട് ആദാം നിലവിളിച്ച നിലവിളിയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ള നിലവിളി. ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു, ഒരു ഹല്ലേലൂയ പറയണം. ഒന്നാമത്തെ ആദാമായ ഒറിജിനൽ ആദാം പാപം ചെയ്ത് നിലവിളിച്ച നിലവിളി. ഒടുക്കത്തെ ആദാമായ പാപമില്ലാത്ത യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിലവിളിച്ച നിലവിളിയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. ദൈവം പറഞ്ഞു, അല്പസമയത്തേക്ക് പുത്ര നിന്നെ കൈവിടുന്നത്, അനേക വർഷങ്ങളായി കൈവിടപ്പെട്ട ഈ മനുഷ്യനെ തിരികെ ചേർക്കണമെങ്കിൽ എനിക്കൊരല്പസമയം നിന്നെ കൈവിട്ടേ മതിയാകത്തുള്ളൂ. സ്വന്തം പുത്രനെ ആദരിക്കാതെ, ഒരല്ലേ പറഞ്ഞേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി പുത്രനെ കാൽവറിയിൽ കൈവിട്ടു. തൻ്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്ന, തേജസ്സിൻ്റെ പ്രഭയായിരുന്ന, തത്വത്തിൻ്റെ മുദ്രയായിരുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചു കൊണ്ടിരുന്ന, താൻ മാത്രം അമർത്യതയുള്ളവനായ ഭൂരാജാക്കന്മാരിൽ അധിപതിയായ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവിനെ കാൽവറി കൈവിടുമ്പോൾ ആത്മപൂർണനായ ദാവീദിൻ്റെ പാട്ടാണ് എൻ്റെ ദൈവമേ, നീ എന്നെ. പിന്നെയുള്ള ഓരോ വാക്യങ്ങളും യേശുവിൻ്റെ കാൽവറി മരണത്തോട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. അതൊന്നും വിവരിക്കാൻ ഞാൻ ഈ പകല് സമയമെടുക്കുന്നില്ല. എങ്കിലും അതിൻ്റെ 3, 4, 5 വാക്യം ദൈവമക്കൾ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് വേഗത്തിൽ വായിച്ചേ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ഇന്ന് രാവിലെ നമ്മൾ ആരാധിക്കാൻ വന്നേക്കുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഇവിടെ രാവിലെ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മുടെ മഹാദൈവമാണ്. അവൻ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനാണെന്ന് കെരൂബുകൾ പോലും മുഖത്ത് നോക്കി പറയത്തില്ല, ദൂതന്മാർ പോലും മുഖത്ത് നോക്കി പറയത്തില്ല. അത്ര വിശുദ്ധിയിൽ ഭയങ്കരനാണ് ആര്? നമ്മുടെ കർത്താവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കെരൂബ് പോലും 2 ചിറകുകൊണ്ട് മുഖം അങ്ങ് മറയ്ക്കും. നോക്കാൻ പേടിയാ. മുഖം അത്ര വിശുദ്ധി, അത്ര പരിശുദ്ധൻ.
എന്നിട്ട് ആ നഗ്ന പാദങ്ങൾ 2 ചിറകുകൊണ്ട് മറയ്ക്കും. 2 കൊണ്ട് മുഖം മറയ്ക്കും, 2 കൊണ്ട് പാദം മറച്ചിട്ട് ഒരു കെരൂബിനെ നോക്കി. ഇപ്പൊ സിജനും രായിച്ചാനുമാണ് കെരൂബുകളെങ്കിൽ സിജൻ രായിച്ചാനെ നോക്കി, രായിച്ചാൻ സിജനെ നോക്കി പറയുകയാണ് ഒരുവനോടൊരുവൻ, ദൈവത്തോടല്ല. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ? അത്ര പരിശുദ്ധൻ. അപ്പൊ ഒരുവനോടൊരുവൻ പറയുകയാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ സ്വർഗത്തിൽ കേൾക്കുന്ന നാദം എന്തുവാ? എല്ലാവരും പറഞ്ഞേ. ഇന്ന് രാവിലെ ആരാധിക്കാൻ വന്നിരിക്കുന്നത് പരിശുദ്ധ ദൈവത്തെയാകട്ടോ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ഭയങ്കരനായ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ ആ പാപികളിൽ ഒന്നാമനായ നമുക്ക് ഒരല്ലേലൂയ പറയണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന് മുഖത്ത് നോക്കാനൊക്കത്തില്ല. പക്ഷെ നമ്മള് വെറും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മള്, പൗലോസ് പറയാണ് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എങ്കിലും നിന്റെ മകനാകാൻ കരുണ ലഭിച്ചുകൊണ്ട്, കൃപ ലഭിച്ചതുകൊണ്ട് ഇന്ന് രാവിലെ പേടിച്ചും വിറച്ചുമല്ല, ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വന്ന് ആ തിരുമുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക് കൃപയാ ലഭിച്ചതോർത്ത് ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാവിലെ എത്ര ശ്രേഷ്ഠകരമായ ഭാഗ്യമേറിയ പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ഈ ഭക്തൻ പറയുകയാണ്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കലാശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും. ഇന്ന് രാവിലെ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം. ഞാൻ നല്ലൊരു സ്തോത്രം പ്രതീക്ഷിച്ചത്. PC ചെറിയാനിൽ ആശ്രയിക്കല്ല്, ഏതെങ്കിലും ദൈവദാസന്മാരിൽ ആശ്രയിക്കരുത്, ഏതെങ്കിലും ദൈവസഭകളിൽ ആശ്രയിക്കരുത്. നിനക്ക് ആശ്രയിക്കാൻ ഉലകത്തിൽ ഒരാളെ ഉള്ളു കേട്ടോ. നല്ല ഹല്ലേലൂയ പറയണം. അത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിക്കുകയും ആശ്രയിച്ചവരെ വിടുവിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഒരു വിടുതലുണ്ട് കേട്ടോ. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ഈ കഴിഞ്ഞ രാത്രി 3:15 എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്താൽ ഉറക്കം വരുന്നില്ല. ഞാൻ കിടന്നപ്പോൾ 12:45 കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അത്രയും സമയമായി. 3:15 ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം ഉറങ്ങിയില്ല. ഇന്ന് രാവിലെ ഇവിടെ മീറ്റിങ്, ചേത്തയ്ക്ക് 2ാമത് മീറ്റിങ്, രാത്രി മൂവാറ്റുപുഴ കൺവെൻഷന് എല്ലാം കൊണ്ട് ഇച്ചിരി ഉറങ്ങിയില്ലെങ്കിൽ എന്നാണൊക്കെ വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് സാമിൻ്റെ മൂത്ത മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവനോട് പറഞ്ഞു. സാം അത് ഏറ്റെടുക്കണം. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ, ദൈവം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു. അതല്ലേ ഇപ്പം ഞാൻ ലൈവിൽ കൂടെ പരസ്യമായി പറയുന്നില്ല. ബുധനാഴ്ച യോഗമുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഭയങ്കരമായൊരു ക്ഷേമം എനിക്ക് തന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ ദൈവം ചെയ്യാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ചില മിറക്കിളുകൾ ഹല്ലേലൂയ. ഈ സ്നാനപ്പെട്ട ജോജിമോനോട് പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു കരം നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നീ അറിയാത്ത ചില വഴികൾ, കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, കേട്ടിട്ടില്ലാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഏറ്റവും ആഴമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചില പുതുവഴികൾ. ഹല്ലേലൂയ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു. പക്ഷെ ഞങ്ങളോ, ബാക്കി നിങ്ങൾ പറ, ഞങ്ങളുടെ ദൈവമായ, പറഞ്ഞു ഒന്ന്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ പറയണം. രഥത്തിൽ ആശ്രയിച്ചവനും കുതിരയിൽ ആശ്രയിച്ചവനും കുനിഞ്ഞു വീണു പോയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. സന്തോഷിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാവിലെ ദൈവം നിന്നെ വിളിച്ചത് കുനിയാനല്ല. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെടുകയാ. നിന്നെ കുനിയിപ്പിക്കണമെന്ന്, നിന്നെ ലജ്ജിപ്പിക്കണമെന്ന്, നിന്നെ അപമാനിക്കണമെന്ന് നോക്കിയവരുടെ മുമ്പിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരുടെ കൺമുമ്പിൽ നിന്റെ തലയെ ദൈവം ഉയർത്താൻ പോകുകയാ. ആരോടൊക്കെയോ പ്രവചനാത്മാവ് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. നിങ്ങൾ ആ ലൂക്കോസ് 15:20 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ലൂക്കോസ് 15:20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. മതി, ആ ഒറ്റ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഒരല്ലേലൂയ പറഞ്ഞു. ഇവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലോട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ അവൻ പുറപ്പെട്ടപ്പോളെ ദൂരത്ത് നിന്ന് അവനെ കണ്ടു. കണ്ടിട്ട് അവനോട് മനസ്സലിഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ വന്നേക്കുന്ന എൻ്റെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. നിന്നെ കണ്ടിട്ട് ആർക്കും മനസ്സലിവ് തോന്നിയില്ലെങ്കിലും, നിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ആർക്കും മനസ്സലിവ് തോന്നിയില്ലെങ്കിലും, നിന്റെ ഭാരങ്ങൾ കണ്ടിട്ട് ആർക്കും മനസ്സലിവ് തോന്നിയില്ലെങ്കിലും, ഇന്ന് രാവിലെ നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? എന്നെ വളരെ ചലിപ്പിച്ചൊരു വാക്യമാണ്. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. ഇവന്റെ ആ വരവും അവന്റെ ദയനീയമായ സ്ഥിതി, ആ പന്നിക്കൂട്ടിലെ വസ്ത്രവും ആ പന്നിക്കൂട്ടിലെ നാറ്റവും ആ വടിക്കാത്ത താടി, വെട്ടാത്ത മുടിയും, കുഴിഞ്ഞ കണ്ണും, ഒട്ടിയ വയറും, ഈ പ്രാകൃത രൂപം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞ് അവനത് വരണം, അവനതൊന്നും വന്നാൽ പോരാ, മര്യാദയ്ക്ക് വീട്ടിൽ കഴിഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞപ്പോൾ അപ്പൻ വിമർശകരുടെ കൂടെ കൂടിയില്ല, പരിഹാസികളുടെ കൂടെ കൂടിയില്ല. ഈ അപ്പനെ പോലൊരു നല്ല അപ്പൻ, നല്ല സ്തോത്രം പറയണം. എല്ലാവരും പരിഹസിച്ചു. അവൻ്റെ കുഴപ്പം കൊണ്ടാ. അവൻ കുറച്ചുകൂടെ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അവനങ്ങനെ മുടിഞ്ഞു പോയി. ഇപ്പം നാട്ടുകാരനോ ചെയ്യാനാ? നശിച്ചു. മുടിയാനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വരാനുള്ളത് വഴി തങ്ങുമോ എന്നെല്ലാം പറഞ്ഞ് കടത്തിണ്ണയിരിക്കുന്നവനും മാടക്കടയുള്ളവനും വഴിയിലുള്ളവനും പരിഹസിച്ചപ്പോൾ അപ്പൻ പരിഹാസിയുടെ കൂടെ കൂടിയില്ല, വിരൽ ചൂണ്ടുന്നവരുടെ കൂടിയില്ല, അപമാനിക്കുന്നവരുടെ കൂടിയില്ല. അവൻ ദൂരെ നിന്ന് കണ്ടിട്ട് ഓടി വന്ന്, ഇന്ന് രാവിലെ ഒരു നല്ല അപ്പൻ നിനക്കുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, നിന്റെ തകർച്ച കണ്ടിട്ട്, നിന്റെ ശൂന്യത കണ്ടിട്ട്, നിന്റെ ഇല്ലായ്മ കണ്ടിട്ട്, ഓ രമന രകൽക്കനെ വൈഡ ദുഡാ രബബ ശബ്ദൽ പ്രമനാദര, ഇന്ന് രാവിലെ ആശ്രയിക്കാൻ ഒരു ദൈവം നമുക്കുണ്ട്. ഒരു നല്ല അല്ലലിയെ പറഞ്ഞ് ദൈവത്തിന്റെ വചനം, നീ ദൈവത്തിന്റെ അടുക്കലേക്ക് വാ, എന്നാൽ അവൻ നിന്റെ അടുക്കലേക്ക് വരും. ഒരല്ലലിയെ പറഞ്ഞേ. നീ അടുക്കാൻ തയ്യാറാണോ? അവൻ അടുക്കാൻ തയ്യാറാ. അപ്പൊ തന്നെ നീ രണ്ടാമതൊരു കാര്യം ചെയ്യണം. ഇതുവരെ നിന്നെ നയിച്ച, നിന്നെ തകർത്ത, നിന്നെ അങ്ങ് പന്നിക്കൂട്ടിക്കൊണ്ടേ ആക്കിയ പിശാചിനോട് എതിർത്തു നിൽക്കണം. അതിനാണ് ആരാധന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ട് കാര്യം നീ ഒരുമിച്ച് ചെയ്യണം. നിന്നെ ഈ പരുവത്തിലാക്കിയ, സ്തോത്രം പറയണം, നിന്നെ ഈ അവസ്ഥയിലാക്കിയ ആ പൈശാചിക പോരിനോട് നീ ആത്മാവിൽ എതിർക്കണം. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കുടുംബത്തെ ശൂന്യതയിലേക്ക് നടത്തിയ, നിന്റെ നന്മയെ മുടിച്ചു കളഞ്ഞ അന്ധകാര ആഭിചാര മണ്ഡലങ്ങളെ നീ ആത്മാവിൽ എതിർക്കണം. ഓ ഏറ്റെടുക്കുന്നവർ നന്ദിയോടെ ദൈവത്തെ ആരാധിച്ച് രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? പിശാചിനോട് എതിർത്തു നിൽക്കണം. അവൻ നിന്നെ വിട്ട് ഓടിപ്പോവും. ഇന്ന് രാവിലെ ചില പോരുകൾ ഓടിമറയാൻ പോവാ. വിശ്വസിക്കുന്നവർ മാത്രമേ സ്തോത്രം പറയാവൂ. ഞാൻ ഇളക്കാനൊന്നും പറയാമല്ല. ആത്മാവ് രാത്രി ഇടപെട്ട ദൂത, പരിശുദ്ധാത്മാവ് പറഞ്ഞ് ചിലർക്ക് ഓടിപ്പാൻ പോയാ, നിന്റെ കുടുംബത്തിൽ വലയം വെച്ച് നിന്ന,
നിന്റെ ബിസിനസ്സിൽ വലയം ചെയ്ത് നിന്ന നിന്നെ കുരുക്കിയ, നിന്നെ ഞെരുക്കിയ ചില പോരുകൾ ഓടിമറയാൻ പോകുക. ഓ, ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുകയാ, ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നീ എതിർത്തു നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോ. അവൻ ഓടുമ്പോൾ നീ ദൈവത്തോട് അടുത്തോണം. അടുത്താൽ ദൂരത്ത് നിന്ന് അവൻ നിന്നെ കാണും. നമ്മുടെ അപ്പന്മാരെ പോലെ അവരിഞ്ഞ് വരട്ടെ. 2 എണ്ണം ഞാൻ പറയുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, 2 പോടി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ അപ്പനൊന്നും വലുത് ഒരല്ലി പറഞ്ഞ് എൻ്റെ സമ്പത്തെല്ലാം കൊണ്ട് മുടിച്ചു, എൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കി, എനിക്ക് അപമാനം വരുത്തി, ഞാൻ അവനെ വെച്ചേക്കെന്ന് പറഞ്ഞ അപ്പനല്ല. ഇവൻ പോയത് മുതൽ, ഇവൻ അകന്നത് മുതൽ, ഇവൻ ആശ്രയം വിട്ടത് മുതൽ ഈ അപ്പൻ നോക്കിയിരിക്കുക. ഇന്ന് രാവിലെ വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്പനുണ്ട് നിന്റെ മടങ്ങി വരവിന് വേണ്ടി. നീ എപ്പോഴെങ്കിലും വരുമെന്ന് കാത്തിരിക്കുന്ന വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാവിലെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു. ഓ ഹല്ലേലൂയ. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. കൈ വരണ്ട്, ജന്മനാ വരണ്ട് പോയവൻ്റെ കൈ യേശു സൗഖ്യമാക്കി. ഇപ്പോൾ അവൻ്റെ കൈ നല്ല ജിംനാസ്റ്റിക് കൈയാണ്. എന്താണ്? അവനിപ്പോൾ അതിനുവേണ്ടി മാത്രം ഇവിടം വരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ടീഷർട്ടൊക്കെ മേടിച്ച് ഈ മസിലൊക്കെ കാണിച്ച് അവൻ വഴി എന്ത് ചെയ്യുന്നേ, നടക്കുന്നത്. ഹലോ, മിന്നലൊരു 8 കാലി, പുറത്തൊരു ഓന്ത് എല്ലാം ഉള്ള പടമൊക്കെ ഇട്ട് ഇവന് ടീഷർട്ട് ഇട്ട് നടക്കുക. എന്ത് കാണിക്കാന്നറിയാം? മസില് കാണിക്കാം. പക്ഷേ ക്രൂശും കൊണ്ട് യേശു പോകുമ്പോൾ അവൻ ആ വഴി മസില് കാണിച്ചിട്ടുണ്ട്, ക്രൂശേ തൊട്ടില്ല. ഏത് വിടുതൽ കിട്ടിയവനും സമയത്ത് കൂടെ കാണത്തില്ല. ഹലോ, പോലെ വളഞ്ഞു നിന്ന് അമ്മച്ചി ഇപ്പം നേരെ നിൽക്കുക, നെഞ്ചൊക്കെ വിരിച്ച് ക്രൂശ് കൊണ്ട് പോകുന്ന കുഴപ്പമില്ല, വീണും എഴുന്നേറ്റാ, ഇങ്ങനെ വീണാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി നിൽക്കുക, കമൻ്റ് അടിച്ച്. അമ്മച്ചി നൂർത്തതാരാ പറ? അയ്യോ, റാന്നില്ല, അമ്മച്ചി വളഞ്ഞ പോലെ ലോകത്തിലാരും വളഞ്ഞില്ല, അമ്മച്ചിയെ നൂർത്ത് നിർത്തിയേക്കുക. അമ്മച്ചി ക്രൂശ് കണ്ടിട്ട് പറയാ കുഴപ്പമില്ല, അടുത്തില്ല. സ്വതന്ത്രം പറയണം. നമ്മുടെ ആ 38 വർഷം കിടന്ന വീട്ടിൽ നിന്ന് കൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ കൊണ്ട്, വീട്ടുകാരും ഭാര്യയും പിള്ളേരും കൊണ്ട് കുളക്കര തട്ടിയിട്ട് പോയി. എവിടെ തട്ടി? കുളക്കര തട്ടിയിട്ട് പോയി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ കർത്താവിന് മനസ്സിലായി, ഏറിയ നാളായി ഇങ്ങനെ കിടക്കുന്നെന്നറിഞ്ഞ് യേശു തേടിച്ചെന്ന്. ഭാര്യ തേടിച്ചെന്നില്ല, ഭർത്താവ് തേടിച്ചെന്നില്ല, പിള്ളേർ തേടിച്ചെന്നില്ല. പക്ഷെ യേശു തേടിച്ചെന്ന് പറഞ്ഞ് കിടക്കാൻ കൊണ്ട് വീട്ടിൽ പോടാന്ന്. അവൻ കിടക്കയിട്ട് ഒറ്റ ഓട്ടോ ഒരലി പറഞ്ഞ് അവൻ റോട്ടിൽ നിപ്പുണ്ട്, ക്രൂശിൻ്റെ അടുത്തില്ല. സ്വോത്രം പറയണം. നീ വിചാരിക്കുന്ന ആരും നിന്റെ കഷ്ടതയെ കൂടെ കാണത്തില്ല. അവരൊക്കെ മാറി നിന്ന് നിന്നെ കാണുമ്പോൾ കൈ തന്ന ഗ്ലോറി പ്രൈസിലോട് സന്തോഷമാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാറി എന്ന് പറയും. ഇത്രയൊന്നും വന്നാൽ പോരാ. മനസ്സിലാകുന്നുണ്ടോ? ആരും അടുക്കത്തില്ല. ക്രൂശിനോട് ആരും അടുത്തില്ലെങ്കിൽ നിന്നോടാരെങ്കിലും അടുക്കുമോ? അപ്പം തിന്നോനും പറ സൗഖ്യമായാലും 10 എണ്ണം ജാഥയായിട്ടാണ് വന്നേ. ഈ കുഷ്ഠരോഗിക്ക് അതുപോലെ യൂണിയനുണ്ട്. ഓൾറെഡി അവനാരാ പറ? പക്ഷെ അവരും 10 എണ്ണം യൂണിയനാ. ഏത് പാർട്ടി അതിനോട് ചോദിക്കല്ലേ. അവർ 10 ഒന്നിച്ചാ പോന്നെ. തെണ്ടാൻ പോയാലും ഒന്നിച്ച്. സ്വോത്രം പറ. നിങ്ങളുടെ മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൂരെ നിന്നു. അവർ പറഞ്ഞു, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നും. അവൻ മനസ്സലിഞ്ഞു. പൊക്കോ, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കണം. പോന്ന പോക്കിൽ അവരെന്ത് ചെയ്തു? സൗഖ്യമായി. അതിലൊരുത്തൻ എന്ത് ചെയ്തു? നന്ദി പറയാൻ 9 പേര് പോയ പോക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ വന്നിട്ട് ഇന്ന് നമ്മുടെ സഭ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇവിടെ കഴിഞ്ഞ മെയ് 1-ാം ഞായറാഴ്ച തുടങ്ങിയ ഈ മെയ് 1-ാം ഞായറാഴ്ച 1 വർഷം ഒരലലിയ പറഞ്ഞു. നല്ല സ്വോത്രം പറയണം. അയ്യോ, മുണ്ടക്കയത്തുനിന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, മുക്കൂട്ടുതറയിൽ നിന്ന്, ചിറ്റാറിയിൽ നിന്ന്, സീതത്തോട്ടിൽ നിന്ന്, വെൺമണിയിൽ നിന്ന്, സ്വോത്രം പെണ്ണിക്കരയിൽ നിന്നൊക്കെ വന്നു. അവരെല്ലാം വിടുതൽ പ്രാപിച്ചു പോയി. പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്നു. അവരൊക്കെ വിടുതൽ പ്രാപിച്ച് പോയി. ജനത്തിൻ്റെ സ്വഭാവം വിടുതൽ പ്രാപിച്ച് എന്ത് ചെയ്യും? പിന്നെ വെറുതെ. പക്ഷെ ഒരുത്തൻ തിരിച്ചു വന്നു. അപ്പോൾ യേശു ചോദിച്ചു, ബാക്കി 9 പേരെന്ത് ചെയ്യുക? എനിക്കൊരു പിടിയില്ല. അവർ പോയി. അപ്പോൾ യൂണിയനൊക്കെ പിരിഞ്ഞു. സൗഖ്യമായപ്പോൾ യൂണിയനൊക്കെ മാറി 10 പേരും 10 നിലയിലായി. പക്ഷേ ക്രൂശും കൊണ്ട് പോകുമ്പോൾ ഈ 10 നിപ്പുണ്ട് വഴിയിൽ. ആരും എന്ത് ചെയ്തില്ല? ക്രൂശിനോട് എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നിൻ്റെ കഷ്ടതയിൽ
ആരും കാണത്തില്ല. പക്ഷെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു. അവരാശ്രയിക്കുകയും അവൻ അവരെ ഉറക്കെ. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയുമ്പോൾ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചവന്റെ വിടുതൽ കുറിച്ചിട്ടോ 2026 മെയ് മാസം 3-ാം തീയതി രാവിലെ 8:15 മണിക്ക് ദൈവാത്മ പറയുന്നു, നിന്റെ വിടുതൽ നടക്കുകയാ. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ അയ്യം വിളിച്ച് കരഞ്ഞ ചിലതിന്റെ വിടുതൽ ദൈവം ഒരുക്കുകയാ. പോലെ ശക്തിയോടെ ചില കുടുംബത്തിന്റെ ഉള്ളറകളിലെ ശൂന്യത മാറാൻ പോകും. ഇന്നലെ വന്ന ദേവദാസന്റെ പ്രസംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഈ 10 ചാക്ക് ഗോതമ്പ് ഒന്നിച്ച് കൊടുത്തിരുന്നെങ്കിൽ, ഞങ്ങളുടെ മനുപാർസല്ലേ പ്രസംഗിച്ചേ, അതെ ഈ സരാപാത്തിലെ വിധവയ്ക്ക് ഞെരുക്കം മാറ്റാൻ വേണ്ടി ഒരു ലോറി ഗോതമ്പ് ആട്ടയം കൊടുക്കുമായിരുന്നെങ്കിൽ നാട്ടുകാരിലൂടെ അവിടെ പിഴമടഞ്ഞ് സാധനം എടുത്തോണ്ട് എന്ത് ചെയ്തേനെ? കാരണം നാട്ടിൽ മൊത്തം എന്തുവാ? ക്ഷാമ. പക്ഷെ അവക്ക് വേണ്ടി തുറന്ന ഉലകത്തിൽ ആരും കണ്ടില്ല. കലത്തിനകത്ത ഉറവ, നഗ്ന നേത്രം കാണാനൊക്കത്തില്ല. ഭരണിക്കകത്ത ഉറവ, ഒരു കണ്ണിനും കാണാനൊക്കത്തില്ല. ഒരല്ലലിയ പറയാം, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ കലത്തിനകത്ത് ഉറവ തുറക്കാൻ, ഭരണിക്കകത്ത് ഉറവ തുറക്കാൻ ഏറ്റെടുക്കുന്നവർ ഈ പകൽ ആരാധിക്കണം. ചില പരാജയങ്ങളെ ജയമാക്കി ചില ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം. ദൈവാത്മം അങ്ങനെ തന്നെ പറയുന്നു. ചില ആരും കാണാത്ത ഉറവകൾ, ചില പുതിയ സോഴ്സുകൾ ദൈവം നിന്റെ കൂടാരത്തിന്റെ കലവറയിൽ തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാ. ഭയങ്കരമായ ദൂത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അവിടെ നിർത്തുകയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പോകണമല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൻ എവിടെ വെച്ച് കണ്ടു? പറ. നീ ഒരു പക്ഷേ ഒത്തിരി ദൂരെയായിരിക്കും. നിന്റെ വിഷയം ആർക്കും അറിയത്തില്ല. നിങ്ങൾ കാണുമ്പം വെള്ളയിട്ട് വരുന്നു, ഗ്രീൻ ഷേവാണ്, കുഴപ്പമൊന്നുമില്ല, പാൻറ്റുണ്ട്, ഷർട്ടുണ്ട്, യൂണിഫോം ഉണ്ട്. പക്ഷെ കാറയിലായിരിക്കും വന്ന്. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അപ്പൻ എന്തോ ഉണ്ടായി? പറ, ഓറൊക്കെ പറ. മനസ്സുള്ളവനല്ല അരിയത്തുള്ളൂ. അവന് മിണ്ടുന്നില്ല. എടാ, മനസ്സില്ലാത്തവന് മനസ്സലി ഉണ്ടാകത്തില്ല. എൻ്റെ അപ്പൻ്റെ ഗുണം അവന് മനസ്സുകൊണ്ട് മനസ്സലിയുമാണ്. എന്താ അവൻ്റെ മനസ്സെന്നറിയാമോ? ഒരുത്തനെ ഉയർത്താൻ അങ്ങ് തീരുമാനിച്ചാൽ ഈ ഉലകം മൊത്തം കൂടെ വെട്ടിയാലും അവൻ ഉയർത്തിയിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരുത്തൻ്റെ മുഖത്തെ ആദരിക്കാൻ അവന് തോന്നിയാൽ അവൻ ആദരിച്ചിരിക്കും. ഒരുത്തനെ ഉയർത്താൻ അവന് തോന്നിയാൽ അവൻ ഉയർത്തിയിരിക്കും. ഇന്ന് രാവിലെ ദൂതേറ്റെടുക്കുന്നവന് മാത്രം ചേർന്ന് പരമാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അവനാ പറഞ്ഞതാണ്, ഞാൻ ദേ സഹായിക്കാൻ വേണ്ടി കൈ നൂർത്ത് കഴിഞ്ഞു. ഇനി ഏതവനെങ്കിലും ആഭിചാരം ചെയ്തോ, കൂടോത്രം ചെയ്തോ, മന്ത്രവാദം ചെയ്തോ, കരിങ്കോഴിയെ വെട്ടിയോ, കടുങ്കെട്ട് കെട്ടിയോ, കറുസചരട് കെട്ടിയോ, ഈ കൈ മടക്കാൻ തൻ്റെ ഇടമുണ്ട്. മടക്കടാ, ഞാൻ കൈ നൂർത്ത് കഴിഞ്ഞു. ദൈവം പറയുന്നു, നിന്റെ സഹായത്തിനായി അവൻ കൈ നൂർത്ത് കഴിഞ്ഞാൽ, അവൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉലകത്തിൽ ഒരു ശക്തിക്ക് ആ കൈ മടക്കാനൊക്കത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ പരമാർത്ഥ ദൈവത്തെ ആരാധിച്ച് ചിലരുടെ കുടുംബങ്ങളുടെ വിടുതലിനായി അവൻ കരം നീട്ടിക്കഴിഞ്ഞു. ഓ